ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ എൻ്റെ വീഡിയോ എൻ്റെ വീട്ടിലെ വിരുന്നുകാരുള്ള ദിവസത്തെ ഒരു വീഡിയോ ആണ് കേട്ടോ. എൻ്റെ നാത്തൂനും മക്കളും വീട്ടിലേക്ക് വിരുന്ന് വന്ന ദിവസത്തെ ഒരു ചെറിയ വീഡിയോ. ഞങ്ങൾ കൂടുമ്പോഴുള്ള ഞങ്ങളുടെ സന്തോഷ നിമിഷങ്ങളാണ് കേട്ടോ ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. നിങ്ങൾ കണ്ടു നോക്കണേ. പുട്ടും കടലക്കറിയും ചിക്കൻ കറിയും ആയിരുന്നു കേട്ടോ. ഇവിടെ നാത്തൂമാര് വരികയാണെന്ന് വെച്ചാല് കുട്ടികൾ കാക്കമാരെ വീട്ടിലെ കുട്ടികളൊക്കെ ഉണ്ടാവും കേട്ടോ ഫുഡ് കഴിക്കാന്. എല്ലാരും കൂടി ഇരുന്നിട്ടാട്ടോ ഫുഡൊക്കെ കഴിക്കുക. ഇങ്ങനെയൊക്കെയാണോ എന്ന് കമന്റ് ചെയ്യണേ. അങ്ങനെ ഞങ്ങള് അവരുടെ ചായ കുടിക്ക് കഴിഞ്ഞ് ഞങ്ങളും ചായ കുടിച്ചതിന് ശേഷം ഉച്ചക്കത്തെ ഫുഡിനുള്ള പരിപാടി തുടങ്ങാണ് കേട്ടോ. ഉച്ചക്കത്തേക്ക് നല്ല ബീഫ് ബിരിയാണി ഉണ്ടാക്കാന്നാട്ടോ വിചാരിക്കുന്നത്. ബീഫൊക്കെ വേവിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. വേറൊരു ഇതില് ചോറിനുള്ള വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഫുൾ ബീഫ് ബിരിയാണിൻ്റെ ഫുൾ റെസിപ്പി ഞാനൊരു വേറെ വീഡിയോ ആയിട്ട് ഇടുന്നുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റുള്ള ബീഫ് ബിരിയാണിയാണ് കേട്ടോ. അത് ബീഫ് ബിരിയാണി ഉണ്ടാക്കുന്നത് ഇതിൽ കാണിക്കുന്നുണ്ടെങ്കിലും ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് കാര്യങ്ങളൊന്നും പറയുന്നില്ല കേട്ടോ. അതാണ് പറഞ്ഞത്, ഇതിൻ്റെ റെസിപ്പി ഞാൻ ഫുള്ളായിട്ടും ഞാൻ ഇടുന്നുണ്ട് കേട്ടോ ബീഫ് ബിരിയാണിൻ്റെ. നിങ്ങളെ വീട്ടിലൊക്കെ വിരുന്നാരൊക്കെ വരുമ്പോൾ നിങ്ങൾ എന്താണ് ഉണ്ടാക്കല് എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അങ്ങനെ റെഡി ആയിട്ടോ ഓരോരുത്തരായിട്ട് കഴിക്കാൻ വേണ്ടിയിട്ടൊക്കെ തുടങ്ങി. ആദ്യം കഴിക്കണത് ഇക്കാക്കയാണ് കേട്ടോ. അതിൻ്റെ ശേഷം പിന്നെ കുട്ടികളൊക്കെ ബിരിയാണിയൊക്കെ കഴിച്ച് പിന്നെ കുറേ സമയമൊക്കെ കിടന്നൊക്കെ ഉറങ്ങി എണീറ്റ് വൈകുന്നേരമൊക്കെ ആയപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ അവിടെ ഞങ്ങളെ വീടിൻ്റെ തന്നെ തൊട്ടടുത്തുള്ള സ്ഥലങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട് പോയിട്ടോ. കുട്ടികൾ വന്നാൽ പിന്നെ അവർക്ക് എവിടേക്കെങ്കിലായിട്ട് അങ്ങനെ പോകണം, വീട്ടിലിരിക്കണമെന്നും ഇഷ്ടമല്ല. അപ്പോൾ ഇന്ന് ഓരെങ്ങനെ ഇതാക്കാൻ വേണ്ടിയിട്ട് അവിടെ ഞങ്ങളെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ ഇങ്ങനെ വെറുതെ ഒന്ന് ഓരയും കൊണ്ട് ഇങ്ങനെ പോയതാണ്. അപ്പോൾ ഓലെ കളികളും ചിരികളാണ് കേട്ടോ ഉള്ളത്. ഇതാണ് കേട്ടോ നാത്തൂനും കുട്ടികളുമുള്ള ദിവസത്തെ ഒരു ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. പിന്നെ കമന്റിലൂടെ നിങ്ങളെ വീട്ടിലൊക്കെ എങ്ങനെയാണ് വിരുന്നുകാരൊക്കെ വരുമ്പോ എന്നുള്ളതൊക്കെ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ.